ഹലോ. നമ്മൾ മെഷ് ടോപ്പ് എന്ന് കേൾക്കുമ്പോൾ ഇതുപോലത്തെ മെഷ് ടോപ്പല്ലേ കാണുന്നത്. നമുക്കൊരു വെറൈറ്റി പിടിച്ച് വേറൊരു മെഷ് ടോപ്പ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മെഷ് ടോപ്പ്. അധികം മെഷർമെൻ്റ് ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റാപ്പ് റൗണ്ട് ആയിട്ടുള്ള മെഷ് ടോപ്പാണ് ഇത്. അതായത് കെട്ടുപോലെ തന്നെ മെഷ് ടോപ്പാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് അക്രലിക് ക്യാൻ വേണം, സിസേഴ്സ് വേണം, സ്റ്റിച്ച് മാർക്കേഴ്സ് വേണം, അതുപോലെ തന്നെ ഹുക്ക് വേണം. ഞാനിവിടെ ഒരു 3mm ഹുക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ടോപ്പ് ചെയ്ത് തീർക്കാനായിട്ട് എനിക്ക് 200 രൂപയായുള്ളൂ. 200 രൂപയുടെ യാൺ വെച്ചിട്ടാണ് ഞാൻ ഈ ടോപ്പ് ഫുള്ള് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാവേ. ഇതിൽ ഞാനിവിടെ 144 ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളത് കറക്റ്റായിട്ട് അത്രയും തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. കാരണം നമ്മുടെ നെക്ക് പാറ്റേൺ ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ 144 ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോ 35ാമത്തെ സ്റ്റിച്ചിലും നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കുന്നുണ്ട്. നമ്മൾ ആ നെക്കിൻ്റെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 144 ചെയിൻ വേണം. അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്ത് വരുമ്പോൾ 35ാമത്തെ സ്റ്റിച്ചിൽ നമ്മളിതുപോലെ സ്റ്റിച്ച് മാർക്കർ വെക്കണം. അപ്പോൾ 35ാമത്തെ സ്റ്റിച്ചിൽ ആദ്യം വെച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ 1 2 3 എന്ന് കൗണ്ട് ചെയ്തിട്ട് വീണ്ടും ചെയ്ത് അങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ ഫുള്ള് 144 ചെയ്തിട്ട് 35ാമത്തെ സ്റ്റിച്ചിൽ കൃത്യമായിട്ട് സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. അവസാനം നമ്മൾ 144 കംപ്ലീറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആദ്യം വെച്ച സ്റ്റിച്ച് മാർക്കറും ഈ സ്റ്റിച്ച് മാർക്കറും കൂടി ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ചതുരം കിട്ടും. ഇതാണ് നമ്മുടെ നെക്കിൻ്റെ പാറ്റേൺ വരുന്നത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഒരു ചതുരം കിട്ടും. ഇപ്പോൾ ഈ ചതുരം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 സൈഡിലും ഓരോ സ്റ്റിച്ച് മാർക്കർ വീതം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നിങ്ങൾക്ക് ഇട്ട് നോക്കാം കേട്ടോ. ഇട്ട് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഇതുപോലെ നെക്ക് പാറ്റേൺ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് ലൂസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് 2 സ്റ്റിച്ച് എല്ലാ സൈഡിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ 2 സൈഡും കൂടിയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ ഊരിയെടുക്കാം. ഊരിയെടുത്തതിന് ശേഷം ഇതുപോലെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കാവേ. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ പയ്യെ നിങ്ങൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മെഷ് സ്റ്റിച്ച് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ആദ്യം നമുക്കിതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതേ സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കണേ. വീണ്ടും നമുക്ക് ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതേ സ്പേസിൽ തന്നെ വീണ്ടും നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ 3 ഡബിൾ ക്രോഷേ ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്ത ചെയിൻ നമുക്ക് ഡബിൾ ക്രോഷേ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ സെയിം സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷേ ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും ചെയിൻ 1 ചെയ്യാം. ഇനി നമുക്ക് മെഷിൻ്റെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് അടുത്ത ചെയിനിലോട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ത്രൂ ഔട്ട് ചെയ്യുന്നത്. വീണ്ടും ഒരു ചെയിൻ ചെയ്യുക, സ്കിപ്പ് ചെയ്യുക, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. താഴത്തെ ചെയിനിലാണ് നമ്മൾ ചെയിൻ സ്കിപ്പ് ചെയ്യുന്നത്. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. താഴത്തെ ചെയിനിൽ നിന്ന് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഫുള്ള് കണ്ടിന്യൂ ചെയ്യാവേ. സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മെഷ് സ്റ്റിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ സ്റ്റിച്ചസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് ഡബിൾ ക്രോഷയും സിംഗിൾ ക്രോഷയും ഒക്കെ വെച്ചിട്ട് മാത്രം നമുക്ക് ഈ ടോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലൈൻ ഫുള്ള് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 35 എന്നുള്ളതിൽ ഒരു സൈഡ് ഫുള്ള് നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കറിൻ്റെ അവിടെ എത്തുമ്പോൾ ഇതിങ്ങനെ ഊരിയെടുക്കാവേ. ഊരിയെടുത്തിട്ട് ഇനി നമ്മൾ കോർണറാണ് ചെയ്യുന്നത്. കോർണർ സ്റ്റിച്ച് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റിച്ച് മാർക്കർ ഊരിയ സൈഡിലോട്ട് നമുക്ക് ഇതുപോലെ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു ചെയിൻ ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു ചെയിൻ ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 ഡബിൾ ക്രോഷേ അതുപോലെ തന്നെ ചെയിൻ 1 ആണ് നമ്മൾ കോർണറിൽ ചെയ്യുന്നത്. ഇത് ത്രൂ ഔട്ട് ഈ വർക്കിൽ ഫുള്ള് കോർണർ ഇത് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ.
എന്നിട്ട് ഇതിൻ്റെ മിഡിൽ വന്നിരിക്കുന്ന ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അതായത് നടുക്ക് വന്നിരിക്കുന്ന ഡബിൾ ക്രോഷ്യയിലാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതുപോലെ തന്നെ ബാക്കി 4 കോർണേഴ്സും കറക്റ്റായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയിൻ 1 ചെയ്യുക, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇതുപോലെ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണേ. വീണ്ടും ചെയിൻ 1 ചെയ്യുക, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് മൊത്തം ചെയ്തെടുക്കാം കേട്ടോ. 4 സൈഡിലും ഇതേ സെയിം പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കോർണറിൽ മാത്രം പാറ്റേൺ വ്യത്യാസം വരുന്നതേ ഉള്ളൂ. ബാക്കി ഫുള്ള് ഇതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തിട്ട് കാണാവേ. ഒരു റൗണ്ട് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യാം കേട്ടോ. കണക്ട് ചെയ്യാനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആദ്യം ചെയ്ത 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ടായില്ലേ, അതിൻ്റെ അകത്തെ മിഡിലുള്ള ഡബിൾ ക്രോഷ്യയിലാണ് നമ്മൾ ഇതുപോലെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 3 ചെയിൻ സ്റ്റിച്ച് നേരെയും വർക്ക് ടേൺ ചെയ്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ റൗണ്ട് കഴിയുമ്പോഴും വർക്ക് ടേൺ ചെയ്യണം. അപ്പോഴത്തേക്ക് 3 ചെയിൻ സ്റ്റിച്ച് നേരെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വർക്ക് ടേൺ ചെയ്യുന്ന സൈഡിൽ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ അതേ സ്പേസിൽ DC ചെയ്ത് കൊടുക്കുക. കോർണറാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ നമുക്കൊരു ചെയിൻ 1 ചെയ്യാനുണ്ടായിരുന്നല്ലോ, ആ ചെയിൻ 1 ആണ് നമ്മൾ തിരിച്ചിട്ടിട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവേ. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മെഷേഴ്സ് ഒന്നും അധികം ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ടോപ്പാണ് ഇത്. ബിഗിനേഴ്സിനായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേഗം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ടോപ്പ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന കോർണറിൻ്റെ മിഡിലത്തെ സ്റ്റിച്ചിൽ നമുക്കിതുപോലെ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കാവേ. നടുക്കത്തെ ഡബിൾ ക്രോഷ്യയിലാണ് ഞാൻ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുത്തിരിക്കുന്നത്. വീണ്ടും ചെയിൻ 1 ചെയ്യുക, നേരത്തെ കിട്ടിയിരിക്കുന്ന ഡബിൾ ക്രോഷ്യയുടെ മേളിൽ ഇതുപോലെ വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സെയിം പ്രോസസ്സാണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ റൗണ്ടും ഫിനിഷ് ചെയ്യാവേ. രണ്ടാമത്തെ റൗണ്ട് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത് കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെ 2 റൗണ്ടും നമുക്കിതുപോലെ ഫിനിഷ് ചെയ്യാം. രണ്ടാമത്തെ റൗണ്ടും നമുക്കിതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നേരത്തെ ഇവിടെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ സ്റ്റിച്ച് മാർക്കർ വെച്ച സ്ഥലത്തല്ല ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റിച്ച് മാർക്കർ വെച്ച സ്ഥലത്ത് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. വലിയ വ്യത്യാസമൊന്നും വരില്ല, പക്ഷെ എന്നാലും അതാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും സ്റ്റിച്ച് മാർക്കർ എടുത്തിട്ട് ആ സ്പേസിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കോർണർ ആഡ് ചെയ്ത് കൊടുക്കാം. 3 DC അതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി എടുക്കാവേ. ഒരു DC ചെയ്യുക, ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും ഒരു DC ചെയ്യുക, ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും ഒരു DC ചെയ്യുക, ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കോർണർ ചെയ്യുമ്പോൾ വർക്ക് ടേൺ ചെയ്തിട്ട് ചെയ്യാനും കൂടി ശ്രമിക്കണേ. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ എടുത്തിട്ട് നടുക്കത്തെ സ്റ്റിച്ചിൽ വെച്ച് കൊടുക്കാം കേട്ടോ. നടുക്കത്തെ ഡബിൾ ക്രോഷ്യയിലാണ് സ്റ്റിച്ച് മാർക്കർ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ചെയ്ത മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാണ്ടിരിക്കണേ. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം നേരത്തെ ഓൾറെഡി ഉള്ള ചെയിനിൻ്റെ മുകളിലോട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കറക്റ്റ് ലൈനായിട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ. സ്റ്റിച്ചസ് എല്ലാം ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. വ്യത്യാസമൊന്നും വരത്തില്ല കേട്ടോ. ഇത് കണ്ടു, ഇപ്പോൾ സ്റ്റിച്ച് കണ്ടോ, 3 സ്റ്റിച്ച് ഒരുമിച്ച് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വന്ന പോലെ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് മൊത്തത്തിൽ ചെയ്തെടുക്കാവേ. 4 സൈഡിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തന്ന രീതിയിൽ തന്നെയാണ് 4 സൈഡിലും നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക, വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണേ. സെയിം പ്രോസസ്സാണ്, അതാണ് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാത്തത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ത്രൂ ഔട്ട് ഈ വർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്ക് മൊത്തത്തിൽ ചെയ്ത് കാണിച്ചു തരാവേ.
അപ്പം ഞാനിപ്പോൾ കുറച്ചധികം റൗണ്ട് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 5 or 6 റൗണ്ട് ഞാനിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ സെയിം പ്രോസസ്സിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഏകദേശം കിട്ടുന്നത്. 7 റൗണ്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 7 റൗണ്ട് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മുടെ നെക്ക് ഏകദേശം ഫോമായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് പാറ്റേൺ വരുന്നത്. നമുക്ക് ശരിക്കും ഇതൊരു 19 റൗണ്ടാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് 19 റൗണ്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഓരോ റൗണ്ട് ചെയ്തത് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ കുറച്ചും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നെക്കൊക്കെ ഏകദേശം എന്തോരം വരുന്നുണ്ട്, എത്രത്തോളം നിൽക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ പരിപാടി നിർത്താം കേട്ടോ. അപ്പോൾ നമ്മൾ 19 റൗണ്ട് ഫുള്ള് ചെയ്തതാണ് ഈ കാണുന്നത്. ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ 19 റൗണ്ട്. 19 റൗണ്ട് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റിച്ച് മാർക്കർ നമ്മളിനി എടുക്കരുത്. ഇപ്പം ഞാൻ ഈ കൈവച്ച് കാണിക്കുന്നില്ലേ, ഇനി അവിടെയാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത്. അതായത് ഈ കാണിക്കുന്ന 2 സൈഡെന്ന് പറയുന്നത് നമ്മുടെ ആമിൻ്റെ പോർഷനാണ്. അത് നമുക്കിനി വേണ്ട, കൈയുടെ പോർഷനാണ്. അവിടെ ഇനി നമുക്ക് വർക്ക് ചെയ്യേണ്ട. നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും മാത്രം വർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഒരു സൈഡ് മാത്രം വർക്ക് ചെയ്താൽ മതി. അതായത് നേരത്തെ നമ്മൾ 4 സൈഡ് വർക്ക് ചെയ്തില്ലേ, 4 സൈഡ് നമുക്ക് വർക്ക് ചെയ്യേണ്ട. നമുക്ക് ഒരു സൈഡ് മാത്രം വർക്ക് ചെയ്താൽ മതി. ഇതുപോലെ 4 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ 4 സൈഡിലും ചെയ്യുന്ന വർക്ക് നമുക്ക് ഒരു സൈഡിൽ മാത്രം ചെയ്താൽ മതി. അതായത് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും മാത്രം ചെയ്താൽ മതി. കൈയുടെ 2 പോർഷൻസിൽ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തോട്ട് ഞാൻ 14 റൗണ്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര കണ്ട് ഇറക്കം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചെയ്യാവേ. ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കോർണേഴ്സ് വരത്തില്ല കേട്ടോ. നമുക്കിനി നേരെ ചെയ്ത് കൊടുത്താൽ മതി, കോർണേഴ്സ് വരില്ല. ഇതുപോലെ ചെയിൻ 1 ചെയ്യുക, ഡബിൾ ക്രോഷ്യ ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ടോപ്പിന് ലെങ്ത്ത് വേണോ അത്രത്തോളം നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത 19 സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നെഞ്ചിൻ്റെ ആ ഒരു പോർഷൻ വരെ വരത്തുള്ളൂ. അതായത് നമ്മുടെ കൈയും അതുപോലെ തന്നെ നമ്മുടെ ഈ നെഞ്ചിൻ്റെ ആ പോർഷൻ കവർ ചെയ്യുന്ന രീതിയിൽ അത്രേ വരത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താഴത്തോട്ട് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് കൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ അളന്നിട്ട് നിങ്ങൾക്ക് എടുക്കാവേ. ഇപ്പം ഞാൻ സ്മോൾ സൈസാണ്. അപ്പോൾ എൻ്റെ സൈസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 14 അത്രയൊക്കെ വേണ്ടി വരും കേട്ടോ. 14 റൗണ്ട് വേണ്ടി വരും. ഇപ്പം നിങ്ങൾക്ക് ഇതിന് കുറച്ചും കൂടി വണ്ണം ഉണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇറക്കം വേണമെന്നാണെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് റൗണ്ട് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ കാണിച്ച പോലെ ഇവിടം വരെ നമുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്കിതുപോലെ 2 സൈഡിലും ചെയ്ത് കൊടുക്കണേ. ഇപ്പം നമ്മൾ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് മാർക്കർ നമുക്കിനി എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ആ കോർണറിലോട്ടാണ് ചെയ്ത് കൊടുക്കാനുള്ളത്. ആ കോർണറിലോട്ട് നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം വീണ്ടും ചെയിൻ ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് വീണ്ടും 4 ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് വീണ്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരു സൈഡിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 4 സൈഡിലും ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ഈ ടോപ്പ് ചെയ്തപ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും വലിയൊരു ടോപ്പ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പകുതി വെച്ച് എൻ്റെ യാണ് തീർന്നു പോയി. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മൊത്തം കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് പകുതി വേറൊരു കളറും പകുതി വേറൊരു കളറുമായിട്ടാണ് യാണിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ളത്ര യാണ് മേടിച്ച് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് തികയുന്നതാണ്, പക്ഷെ തികഞ്ഞില്ല. ഞാൻ രണ്ടാമത് വീണ്ടും യാണ് മേടിക്കേണ്ടി വന്നേ. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ സൈഡ് മുതൽ ഈ സൈഡ് വരെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തിൽ ചെയ്തെടുക്കാവേ. ഇതിപ്പോൾ ഞാൻ ചെയ്തത് കാണിച്ചു തന്നതാണ്. ഞാൻ ഒരു സൈഡിൽ മാത്രമാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സൈഡിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് താഴത്തോട്ട്. കണ്ടോ, ഈ സൈഡാണ് നമ്മൾ ഇങ്ങനെ താഴത്തോട്ട് വർക്ക് ചെയ്ത് പോകുന്നത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ചെയ്യണം.
ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, ഈ ബാക്ക് സൈഡ് നമ്മൾ താഴത്തോട്ട് എത്ര നീളത്തിൽ നമുക്ക് വേണോ അതുപോലെ ചെയ്യണം. ബാക്കി 2 കോർണർ കാണുന്നത് നമ്മുടെ കൈക്ക് വരുന്ന പോർഷനാണ് കേട്ടോ. അപ്പോൾ ഇതേ എനിക്ക് ആവശ്യത്തിലുള്ള ലെങ്ത്ത് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഇത്രയും നീളത്തിൽ നമ്മൾ താഴത്തോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കൊരു 14 റൗണ്ട് മതിയായിരുന്നു. അപ്പോൾ നമ്മൾ 14 റൗണ്ട് ഇതുപോലെ താഴത്തോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നീളം വേണോ അത്രത്തോളം നീളം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡിലേ ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കണേ. ഉണ്ട് ഇപ്പോൾ നമുക്കൊരു ടോപ്പിൻ്റെ ഏകദേശം ഒരു അവസ്ഥയിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഉണ്ട് ഈ സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ലെയേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 2 സൈഡിലും നേരത്തെ ചെയ്ത പോലെ തന്നെ വർക്ക് ചെയ്യാവേ. ഇനി നമുക്ക് ഇത് കെട്ടാനുള്ള ടൈയുടെ കാര്യം നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് എവിടെയാണോ ഫിനിഷ് ചെയ്തത് അവിടെ പോകുക. അവിടെ പോയതിന് ശേഷം നമുക്ക് എത്രത്തോളം ചെയിൻസ് വേണം, അതായത് നമ്മുടെ ബാക്ക് സൈഡായിട്ടായിരിക്കും കെട്ട് വരുന്നത്. അപ്പോൾ അത് എത്രത്തോളം വേണമെന്നുള്ളത് നോക്കിയിട്ട് അത്രയും ചെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ട് എത്രത്തോളം സ്റ്റിച്ച് വേണം അത്രത്തോളം സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നെപ്പോലെ ഒക്കെ വണ്ണമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 100 സ്റ്റിച്ചൊക്കെ മതിയാവും കേട്ടോ. ഞാനിവിടെ ഒരു 100 സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എല്ലാ സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നീളം വേണോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ചെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കെട്ടി വെക്കാനായിട്ട് എത്രത്തോളം നമുക്ക് ബാക്കിൽ കെട്ടാനായിട്ടാണ്. അപ്പോൾ എത്രത്തോളം നീളം വേണോ അത്രത്തോളം നീളം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ 100 എടുത്തിരിക്കുന്നത്. 100 എനിക്ക് കൂടുതലാണ്, കുറച്ചിങ്ങനെ വാല് പോലെ കിടക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും നീളത്തിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് അറ്റാച്ച് ചെയ്യണമല്ലോ. അതായത് നമ്മുടെ 2 സൈഡിലും വള്ളി വേണമല്ലോ. അപ്പോൾ നമ്മൾ ഒരു സൈഡിലല്ലേ വള്ളി ചെയ്തിട്ടുള്ളൂ. നമുക്കത് അങ്ങനെ അറ്റാച്ച് ചെയ്യണം നോക്കാം. ഇതുപോലെ നമുക്ക് കിട്ടും. ഇത് നമുക്ക് നമ്മുടെ ടോപ്പിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എങ്ങനെയെന്ന് നോക്കാവേ. ഇതുപോലെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന ഡബിൾ ക്രോഷ്യയുടെ മോളിലും 2 ഡബിൾ ക്രോഷ്യയുടെ നടുക്കും അങ്ങനെയാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അതായത് അടുപ്പിച്ചടുപ്പിച്ചാണ്, മെഷായിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ നമ്മൾ 2 വട്ടം ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഡബിൾ ക്രോഷ്യയുടെ മുകളിലത്തെ സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിലും ചെയ്യുന്നുണ്ട്. ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. 2 ഡബിൾ ക്രോഷ്യയുടെ നടുക്കും ചെയ്യുന്നുണ്ട്, ഡബിൾ ക്രോഷ്യയുടെ മുകളിലും ചെയ്യുന്നുണ്ട്. ഒരു പട്ട പോലെ ഇങ്ങനെ കിട്ടണം കേട്ടോ. മറ്റേത് മെഷായിട്ടല്ല കിട്ടിയത്. ഇതിപ്പോൾ മെഷായിട്ട് കിട്ടില്ല, നമുക്ക് അടുപ്പിച്ചടുപ്പിച്ചുള്ള സ്റ്റിച്ചസ് ആയിരിക്കും കിട്ടുന്നത്. 2 ഡബിൾ ക്രോഷ്യയുടെ നടുക്കും ചെയ്യുന്നുണ്ട്, ഡബിൾ ക്രോഷ്യയുടെ മുകളിലും നമ്മളിതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് 2 ഡബിൾ ക്രോഷ്യയുടെ നടുക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അപ്പുറത്തെ അറ്റം വരെ എത്തിക്കണം കേട്ടോ. ഈ സ്ഥലത്തൊക്കെ എത്തിയപ്പോൾ എൻ്റെ യാണൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ 2 ദിവസം വെയിറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത യാണൊന്നും വരാഞ്ഞപ്പോൾ വേറെ യാണൊക്കെ മേടിച്ചിട്ടാണ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും രണ്ടും 2 കളറായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 സൈഡിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സൈഡിലുള്ള വള്ളി ചെയ്യാവേ. ഈ സൈഡിൽ ടൈ ചെയ്യാനായിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ യാണുണ്ടല്ലോ, അത് അവിടെ വെച്ച് നിർത്തണം. ഇനി അതിട്ടൊന്നും പണിയാൻ നിൽക്കരുത്. അതിതുപോലെ വെച്ചിട്ട് വലിച്ച് നമുക്ക് ഹുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് പുതിയൊരു യാണാണ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ആ ലാസ്റ്റത്തെ സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിലത്തെ 3ാമത്തെ ചെയിനിൽ നമുക്ക് യാൺ അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ. ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ, നമുക്ക് ഈ ലാസ്റ്റത്തെ ചെയിനിലെ 3ാമത്തെ സ്റ്റിച്ചിൽ ഇപ്പം ഞാൻ ഹുക്ക് കൊണ്ട് തൊടുന്ന ആ സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിൽ നമുക്കിതുപോലെ യാൺ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. യാൺ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം വേണോ, എത്രത്തോളം ലെങ്ത്ത് വേണോ അത്രത്തോളം ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ 100 ചെയ്തത്, അപ്പോൾ ഇവിടെ നമുക്ക് 100 തന്നെ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ 100 ചെയിൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 100 ചെയിൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മറ്റേ യാണ് കട്ട് ചെയ്ത് മാറ്റാവേ. നമ്മളിപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന യാണുണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം.
ഇതുപോലെ കട്ട് ചെയ്യാം. അതിന് നമുക്ക് വേണ്ട കേട്ടോ. അതിതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് സെക്യൂർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ നിർത്തി വെച്ച ചെയ്യാനുണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിൽ ഓരോന്നിലും നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാവേ. ഇതൊരു ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറിയും കുറഞ്ഞ അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ കിട്ടുവേ. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുവേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്യാതെ ഇട്ടേ ചെയ്യാനുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കിതുപോലെ മൊത്തത്തിൽ എല്ലായിടത്തും ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാവേ. ഇതുപോലെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണേ. ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ടോപ്പ്. ഇതധികം കൺഫ്യൂസ്ഡ് ഒന്നുമല്ല, മെഷർമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ അളവ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടോപ്പാണ്. മൊത്തത്തിൽ നമുക്ക് ഇതുപോലെ ഹാഫ് പീസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഞാൻ ചെയ്ത് വള്ളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. രണ്ട് സൈഡിലും വള്ളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോപ്പിൻ്റെ ഒരു സൈഡ് നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ അടുത്ത സൈഡ് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ സൈഡാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ രണ്ട് സൈഡും ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാവേ. രണ്ട് സൈഡും ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെയായിരിക്കും കേട്ടോ ഇരിക്കുന്നത് നിങ്ങൾക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡെക്കറേഷൻ പരിപാടി ചെയ്യാം. നമുക്ക് നെക്ക് കുറച്ചും കൂടി ഡിഫൈൻ ചെയ്യാനായിട്ട് വേറൊരു കളർ എടുത്തിട്ട് നമുക്ക് നെക്കിന് ചുറ്റും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാവേ. ഞാനിവിടെ സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഷെൽ സ്റ്റിച്ചൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ സിംഗിൾ ക്രോഷ്യ നെക്കിന് ചുറ്റും ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്ക് കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ടിരിക്കും. ഇനി നിങ്ങൾക്ക് നേരത്തെ കാണിച്ച റൗണ്ട് വെച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ നിർത്താം കേട്ടോ. ഇത് കുറച്ചും കൂടി ഇതിനെ നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടി നമുക്ക് ഭംഗിയാക്കാനുള്ള കലാപരിപാടികളാണ് ഇതെല്ലാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട, കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നമുക്കിതുപോലെ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമുക്കിത് 4 സൈഡിലും ചെയ്തെടുക്കാം കേട്ടോ. മൊത്തത്തിൽ ഇതുപോലെ എല്ലാ സൈഡിലും നേരത്തെ ഹാഫ് ഡി സി ചെയ്ത പോലെ ഡബിൾ ക്രോഷ്യയുടെ മുകളിലും 2 ഡബിൾ ക്രോഷ്യയുടെ നടുക്കുമായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ അടുപ്പിച്ച് കിട്ടത്തുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് അകലത്തിലേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫുള്ള് നിങ്ങൾ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കണേ 4 സൈഡിലും. അപ്പോൾ അങ്ങനെ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ കിട്ടുന്നത്. ഇതിപ്പോൾ കുറച്ചും കൂടി നമ്മുടെ നെക്ക് കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് കിട്ടുവേ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിനിഷിംഗ് ലുക്ക് വരുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ കാണിച്ച അവിടെ വെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്ത് നിർത്താം കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് നെക്ക് പാറ്റേൺ കിട്ടുന്നത്. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ പരിപാടി നോക്കാം. ഇതാണ് നമുക്ക് സ്ലീവായിട്ട് വരുന്നത്. ഈ സ്ലീവ് നമുക്കൊന്ന് സ്റ്റിച്ച് മാർക്കർ വെച്ച് അടയാളപ്പെടുത്തി വെക്കാം. നമുക്ക് മനസ്സിലാവും ആ ഒരു ത്രികോണം പോലത്തെ ഒരു കോൺ വന്നിരിക്കുന്നതുണ്ടോ, ആ കോണിൻ്റെ ഏറ്റവും അറ്റത്താണ് നമുക്കിതുപോലെ സ്റ്റിച്ച് മാർക്കർ വെക്കേണ്ടത്. അപ്പുറത്തെ സൈഡിലും അതുപോലെ ഒരു ലൈൻ ഫോം ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അറ്റത്ത് ഇതുപോലെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം കേട്ടോ. ആ ലൈൻ ഞാൻ കാണിച്ചു തന്നുണ്ടോ, ആ ലൈനിൻ്റെ അറ്റത്ത് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാവേ. ഇതുപോലെ വൈറ്റ് യാൺ എടുത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രില്ല് പോലെ വെച്ച് കൊടുക്കാം കേട്ടോ, ചെറിയ രീതിയിലുള്ള. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അപ്പുറത്തെ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് പോയിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ഡബിൾ ക്രോഷ്യയിൽ പോയിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഒരു കുഞ്ഞു ഫ്രില്ല് പോലെ നമുക്ക് കിട്ടുവേ. ഞാൻ കുറച്ചും കൂടി അടുപ്പിച്ച് കാണിച്ചു തരാവേ. 3 ചെയിൻ ചെയ്യുക, അടുത്ത ഡബിൾ ക്രോഷ്യയിൽ പോയി സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. 3 ചെയിൻ ചെയ്യുക, അടുത്ത ഡബിൾ ക്രോഷ്യയിൽ പോയിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് ഫിനിഷ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 2 കൈയിലും ഇതുപോലെ നമുക്ക് ഫ്രില്ല് ചെയ്ത് കൊടുക്കാവേ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ടോപ്പ് നമുക്ക് റെഡിയായി. അപ്പോൾ ഒരു 200 രൂപയൊക്കെ ബഡ്ജറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ യാണ് മേടിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള പാറ്റേണിലൊക്കെ നമുക്ക് കൈയൊക്കെ ഇതുപോലെ ഫ്രില്ലൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഒരുപാട് സമയം എടുത്ത് കഷ്ടപ്പെട്ട് ചെയ്ത വർക്കാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ ടൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ തലയിൽ കൂടി നമുക്കിടാം. അതിനുശേഷം നമ്മൾ ബാക്കിലത്തെ സ്ട്രാപ്പ് ഇതുപോലെ എടുത്തിട്ട് ഫ്രണ്ടിൽ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു കെട്ട് കൊടുക്കണം. എന്നിട്ട് ബാക്കിലത്തെ സ്ട്രാപ്പും ഫ്രണ്ടിലത്തെ സ്ട്രാപ്പും ഒരുമിച്ചെടുത്ത് നമുക്ക് കെട്ടിക്കൊടുക്കാവേ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രസമുള്ളൊരു സമ്മർ വൈബിനൊക്കെ പറ്റുന്ന ടൈപ്പ് ടോപ്പാണ് കേട്ടോ. ഇത് നമുക്ക് പാൻറ്റിൻ്റെ കൂടെയോ ജീൻസിൻ്റെ കൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്തെടുക്കാവേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് നീട്ട കൂടുതലാണ് വള്ളി. നല്ല ഇന്നർ വെച്ച് സ്റ്റൈൽ ചെയ്യണം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ടീഷർട്ട് വെച്ച് സ്റ്റൈൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇത് മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു.